അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഇന്ന് ഏറെ സങ്കടത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുമെങ്കിലും ചില മരണവാർത്തകൾ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട്. ഇന്ന് തന്നെ ഒരുപാട് മരണവാർത്തകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ഈ ഒരു അമ്മയുടെയും മകന്റെയും മരണമാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ചത്. അമ്മയും മകനും സ്വയം ജീവനൊടുക്കിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയില്ല. കേട്ടപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. എന്തിനായിരിക്കും ഇവർ ഇത് ചെയ്തത് എന്ന് ഒരു നിമിഷം ആളുകൾ ചിന്തിക്കാതിരിക്കില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിച്ച 2 ജീവിതങ്ങൾ. ആ നാടിൽ ചാത്തൂരിൽ ഇന്ന് വേദനയുടെ തീക്കടലാണ്. ഈ അമ്മയെയും മകനെയും വീട്ടിൽ ജീവനൊടുക്കിയ നിലയിലാണ് കണ്ടെത്തിയത്. ചാത്തന്നൂർ ഊന്നിൻമൂട് കരിമ്പാലൂർ 43 വയസ്സുള്ള നിധിഭവനിൽ ലൈന, മകൻ 20 വയസ്സുള്ള പോളിയോടെക്നിക് വിദ്യാർത്ഥി പ്രണവ് എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവം അറിയുന്നത് വെള്ളിയാഴ്ചയോടെയാണ് പുറംലോകം അറിയുന്നത്. ഇവരുടെ ബന്ധുക്കൾ ഫോൺ വിളിച്ച് എടുക്കാത്തതിനെ തുടർന്ന് ലൈനയുടെ അടുത്തേക്ക് ബന്ധുക്കൾ തിരക്കിയെത്തിയതാണ്. അപ്പോഴാണ് അവരുടെ വീട്ടിൽ ഗേറ്റും വീടും അടച്ചിട്ട നിലയിൽ കാണുന്നത്. അങ്ങനെ സമീപവാസികളുടെ സഹായത്തോടെ വീട്ടിൽ കയറി പരിശോധനകൾ നടത്തി. അങ്ങനെയാണ് ലൈനയെ കിടപ്പുമുറിയിലെ ഫാനിൽ ജീവനൊടുക്കിയ നിലയിൽ കാണുന്നത്. മകൻ പ്രണവാണെങ്കിലോ കിടപ്പുമുറിയിലെ ജനാലയിലും. അത് കണ്ടു നിന്നവരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇവർ 2 പേരും മാത്രമേ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് വേറൊരു മകനും കൂടി ഉണ്ടായിരുന്നു. മൂത്ത മകൻ എറണാകുളത്ത് പഠിക്കുകയാണ്. ലൈനയുടെ ഭർത്താവാണെങ്കിൽ വിദേശത്തുമാണ്. വിവരം അറിഞ്ഞ ഭർത്താവ് ഉടനെ തന്നെ നാട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇത് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവാത്ത ഒരു മരണം. പ്രിയപ്പെട്ടവരെ, ചില ചെറിയ കാരണങ്ങൾക്കൊക്കെ ആളുകൾ ഇന്ന് സമാധാനം കണ്ടെത്തുന്നത് മരണത്തിലൂടെയാണ്. എത്ര ആളുകളാണ് ഇതുപോലെ സ്വയം ജീവൻ ഒടുക്കുന്നത്? ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ അവർ പരിഹാരം കണ്ടെത്തുന്നത് മരണത്തിലൂടെയാണ്. ഇന്നാരും പരസ്പരം സംസാരമില്ലാതായിരിക്കുന്നു. പരസ്പരം സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ കഴിയുക. ഇന്ന് അതിനൊന്നും സമയമില്ല. ഇന്ന് എല്ലാം ഫാസ്റ്റാണ്. ജീവിതമേ ഫാസ്റ്റ്. ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ആളുകൾ. അതിനിടയിൽ ആർക്കും പരസ്പരം സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ പോലും സമയമില്ലാതായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ആരും ഒന്നും ചോദിക്കില്ല. ഇതുപോലെ മരണപ്പെടുമ്പോഴാണ് ആളുകൾ അന്വേഷിച്ചെത്തുക. അവർക്ക് എന്തിൻ്റെ കേടാണ്, എന്തിനാണ് അവരിങ്ങനെ ചെയ്തത് എന്ന്. ഇത്ര കാലം ജീവിച്ചിട്ടും ആരും ഒന്നും ചോദിച്ചിട്ടുണ്ടാവില്ല എന്താണ് പ്രശ്നമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആർക്കും ഇവരുടെ മരണ കാരണം എന്താണെന്ന് അറിയാത്തത്. എന്തിനാണ് ഇവരിത് ചെയ്തത് എന്ന് കുടുംബക്കാർക്ക് പോലും അറിയില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. തീർച്ചയായും പോലീസ് കണ്ടെത്തുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മോന് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഈ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുകയാണ്. പുഴയിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടാണ് ഈ ഒരു പൊന്നുമോന് മരണപ്പെട്ടത്. കോഴിക്കോടാണ് സംഭവം. ചക്കുക്കടവ് ചുള്ളിക്കാട് സ്വദേശി ജനാബ് ഷൗക്കത്തിന്റെ മകൻ ഷാമിലാണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത്. 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നലെ വൈകിട്ടായിരുന്നു മരണപ്പെട്ടത്. ഷാമിൽ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും ഈ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇതുപോലുള്ള അപകടം പിടിച്ച മരണത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. എല്ലാ മുസീബത്തിൽ നിന്നും എല്ലാവരെയും കാക്കട്ടെ. നമ്മുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും പടച്ച റബ്ബ് അകറ്റിത്തരട്ടെ. ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്കൊക്കെ പടച്ച റബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫയാക്കി കൊടുക്കട്ടെ. പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് ചികിത്സ നഷ്ടപ്പെട്ട് ജീവിതത്തോടും മരണത്തോടും പോരാടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പടച്ച റബ്ബെ, അർഹമുറഹിമായ റബ്ബെ, എല്ലാവരെയും തൊട്ട് നീ കാക്കണേ റബ്ബെ. എല്ലാവർക്കും നീ സന്തോഷമുള്ളൊരു ജീവിതം നീ കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ. പടച്ച റബ്ബെ, 16 വയസ്സുള്ള പൊന്നുമോനാണ് റബ്ബെ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഈ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും നമ്മുടെ മക്കളാണ് അല്ലാഹ്. ആ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരളേ റബ്ബേ. പടച്ച റബ്ബേ, ആത്മഹത്യ പോലുള്ള സ്വയം ജീവനെടുക്കുന്ന മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ.
ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. മരണപ്പെട്ടവരാണ്, ആരും മുഷിപ്പ് തോന്നരുത്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.